മക്കളെ, ഇതാ ദൈവമായ കർത്താവ് തൻ്റെ വാത്സല്യം മൂലമായി നമ്മെ വിളിച്ച് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, പരസ്പരം കേട്ടിട്ടില്ല. എങ്കിലും വചനത്തിലൂടെ നമ്മൾ ഒരു ഹൃദയമായി ഒരാത്മാവായി പ്രവർത്തിക്കുകയാണ്. ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം അനന്തമാണ്, അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. മകളെ, കർത്താവ് നമ്മെ വിളിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങനെയൊക്കെ വർത്തിച്ചു കഴിഞ്ഞാലും ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹൃദയത്തിൻ്റെ വിളിയാണ്, സൃഷ്ടിയായ എന്നെ ഉപേക്ഷിക്കരുതേ. ഒരു പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള ഒരു കുഞ്ഞായിരിക്കാം, ഒരു പക്ഷേ മാതാപിതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത കുഞ്ഞായിരിക്കാം. ഓരോ ഹൃദയവും അപേക്ഷിക്കുകയാണ്, സൃഷ്ടിയായ എന്നെ ഉപേക്ഷിക്കരുതേ. എന്നിതാ നമ്മുടെ മക്കളിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുന്നു. ഞാൻ കരോളിൻ. 91-ാം സങ്കീർത്തനം കർത്താവിന്റെ സംരക്ഷണത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടിൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ പേടിക്കേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചും അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നിന്നെ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ എന്നോട് സ്നേഹത്തിലൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. താങ്ക് യു ജീസസ്. മാതാവിൻ്റെ സ്തുതിഗീതമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, വചനം ശ്രവിച്ചാൽ ദൈവം നമ്മെ ശ്രദ്ധിക്കും. വചനം നമ്മൾ വിശ്വസിച്ചാൽ ആ വചനം നമ്മിൽ പ്രവർത്തിക്കും. വചനം ശ്രദ്ധിക്കുക, ദൈവം നമ്മെ ശ്രദ്ധിക്കും. വചനം വിശ്വസിക്കുക, ആ വചനം നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.